ഒന്നിച്ചിരിക്കണ്ട ദൈവമേ. എടി നീ വെറുതെ ഇരിക്കുമ്പോ പണ്ട് കളിച്ച മുല്ലപ്പൂ അത് മതി. എന്റെ വിരുന്നുകാരെ സ്വീകരിക്കാൻ നിൽക്കുന്ന പോലെ എന്താ മോനെ? അല്ലെന്നോ ഞാൻ പറയുമായിരുന്നേ, വിരുന്നുകാരെ സ്വീകരിക്കാൻ ചേച്ചി എവിടെ ഉണ്ടെങ്കിലും അവർ അറിഞ്ഞു കേട്ട് വരും. ഒന്നിച്ചിരിക്കണ്ട ദൈവമേ. എന്താ പറയണേ, പുത്തൻകോടി അല്ലേ ന്യൂ ഇയർ സ്പെഷ്യൽ. പക്ഷെ ന്യൂ ഇയർ സ്പെഷ്യൽ അവിടെ മേടിച്ചു തന്നെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇനി 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 ഇങ്ങനെ ഒരുപാട് 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 ഗിഫ്റ്റുകൾ കിട്ടട്ടെ. നല്ല രസമുണ്ട് കാണാനായിട്ട് അല്ലേ? ചേച്ചി ഇങ്ങനത്തെ സാരീസ് ആണ് ഞാൻ ഉടുത്ത് മറ്റേതിൽ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാരീസ് എടുത്തത്. എന്തോരം സാരീസ് ആണെന്ന് സാരി വേണ്ടേ? പണ്ടത്തെ പോലെ കയ്യിലും ബ്ലൗസ് ഇട്ടിട്ട് ഇനി എടുക്കാൻ പറ്റുമോ? നല്ല കാര്യമായി. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, ഇതെല്ലാം തയ്ക്കാൻ കൊടുക്കൂലേ? അല്ല മോനെ, അത് നമുക്ക് അളവെടുപ്പിക്കണ്ടേ? എന്തിന് ഈ ഇതുപോലത്തെ ബ്ലൗസ് അളവ് കൊണ്ട് കൊടുക്കാനോ? ഇത് അളവ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാ അവർ ഇതുപോലെ തയ്ച്ചത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചിരിക്കുന്നു. ഇത് എവിടുന്നാ ആണോ? നല്ല രസമുണ്ട്, നല്ലതുപോലെ കണ്ടില്ലേ അല്ലേ? നല്ല രസമായിട്ട് തയ്ച്ചിരിക്കുന്നു. പിന്നെ അല്ലെങ്കിലും ചേച്ചി സുന്ദരിയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ മുഖത്ത് പ്രതിഫലിപ്പിക്കും. അതിൻ്റെ നമ്മളന്ന് പള്ളുരുത്തി വെച്ച് കാണുമ്പം എന്തായിരുന്നു അവസ്ഥ? ചേച്ചിയെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ അങ്ങ് ഭയങ്കര ടെൻഷനായിട്ട് മാറുമായിരുന്നു. ഇപ്പോൾ നല്ല എനിക്ക് തന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, സന്തോഷമായി, ഭയങ്കര പ്ലസൻ്റാണ് ചേച്ചി അല്ലേ? നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയണ, ഒരു സ്നേഹം, സംരക്ഷണം. ഇവിടെയൊക്കെ തൂങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ചില്ല ചേച്ചി. ഞാൻ പറഞ്ഞേ ഇവിടെയൊക്കെ തൂങ്ങി, ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറയുക, ഇപ്പൊ 3 നേരം ഭക്ഷണം കഴിക്കുന്നിട്ട് അതിന്റെ തൂങ്ങി വരുവാ. അത് മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നത് വേറൊരു കാര്യം അല്ലേ? പക്ഷെ നമ്മൾ മനസ്സമാധാനത്തൊരു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അത് മതി. അതിന് വലിയൊരു വൃദ്ധല്ലേ, അതുണ്ടല്ലോ. മനസ്സമാധാനം ഉണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴി ടെൻഷൻ ഉണ്ടെങ്കിൽ ഭക്ഷണം ഇറങ്ങൂല. അതല്ലേ 3 നേരം ഇങ്ങനെ കഴിക്കണം. അതെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് വരുമ്പം താമസിക്കാൻ ഇവിടെ ഒരു കാവൽമാട് ഉണ്ട്. ആണോ? അത് ഇന്ന് ശരിക്കും ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോഴാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ സിസ്റ്റർ മരിച്ചിരിക്കുവാണ്. അപ്പം അവിടെ വരെ പോകാതിരിക്കാം, പാരിപ്പള്ളി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടുന്ന് പോയിട്ട് നേരെ, പിന്നെ ലേറ്റ് ആവില്ലേ, നേരെ അങ്ങ് പോകും. ശോഭയ്ക്ക് ഷൂട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാൻ ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തലേദിവസം വന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് രാവിലെ ഇവിടുന്ന് അങ്ങ് വെളുപ്പിനെ അങ്ങ് വിട്ടാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ അവിടെ എത്താൻ പറ്റുമല്ലോ. സീമ ഓർക്കണില്ല, മകനെന്റെ മകനിൽ എന്റെ അനിയത്തിയായിട്ട് മമ്മൂട്ടി പെണ്ണ് കാണാൻ ഭാര്യയായിട്ട് മമ്മൂട്ടി പെണ്ണ് കാണാൻ അന്ന് ചെറുതല്ലേ, ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ട് വന്ന് എന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഇഷ്ടപ്പെടത്തില്ല. രാധിക ചേച്ചിയായിരുന്നു അതിലെ നായിക. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ചായയും കാപ്പിയൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു സീനിലാണ്. തീരെ ചെറുതല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടണം. ആ ക്യാരക്ടർ അങ്ങനത്തെ ആയിരുന്നു. അത് ഞാൻ എന്നും ഓർക്കുമായിരുന്നു. അന്ന് അമ്മനായിട്ടൊക്കെ നല്ല കൂട്ടായിരുന്നു. അതെ, വന്നപ്പം. പിന്നെ മറ്റേ കേസുകളൊക്കെ എന്തായി? അല്ല, കേസുകളൊന്നുമില്ല. ഇപ്പം പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഇപ്പം രാജേഷിനോട് പറഞ്ഞിരിക്കുന്നത് അവർക്ക് 3 മാസത്തെ അവധി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു പകരം വാടക വീട് തേടണം എന്നൊക്കെ പറഞ്ഞു. അപ്പം 3 മാസത്തെ ഒരു അവധി കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് അഡ്വക്കേറ്റുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. അപ്പം ചേച്ചിയെ സംബന്ധിച്ചിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആകെയുള്ളതൊരു 3 സെൻറ്റ് സ്ഥലവും അമ്മ സംഘടന കൊടുത്ത ഒരു 500 സ്ക്വയർ ഫീറ്റ് വീടാണ്.
അതിനുവേണ്ടി ഇത്ര അടിപിടി കൂടേണ്ട കാര്യമില്ല. ഇത്രയും ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സ്ത്രീയാണ്. അവർക്ക് ഇച്ചിരി മനസ്സമാധാനവും ഈ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തമാശനാണെങ്കിലും ഒരു 3 നേരത്തെ ആഹാരം കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെ ചെയ്താൽ അവർക്കല്ലേ പുണ്യം വരുന്നത്. ഇത് മാനസികമായിട്ട് പീഡിപ്പിക്കുക. ചേച്ചിക്കായിട്ട് പണിത് കൊടുത്ത വീട്ടിൽ ചേച്ചി മനസ്സമാധാനത്തോടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് അനിയത്തിയും കുടുംബത്തെയും കൊണ്ടുവന്നത്. അവിടുന്ന് ചേച്ചി കരഞ്ഞുകൊണ്ട് ഇറങ്ങുക, എഴുന്നേൽക്കാതിരിക്കാനായിട്ട് ചേച്ചി തന്നെ സ്വയം കുറേ ഗുളിക എടുത്ത് വാരി തിന്നുക, മറ്റുള്ളവരുടെ വീടുകൾ തോടും നടക്കുക. ഇവൻ എന്നെ പോലും വിളിച്ചിട്ട് ചേച്ചി കരയുക. എന്തിനതിൻ്റെ ആവശ്യം? നമ്മൾ ഒന്ന് വിചാരിക്കണ്ടേ, ഇവരിപ്പം എന്ത് നേടാൻ പോകുന്നു? ചേച്ചിയുടെ കാലശേഷം ഈ 3 സെന്റ് സ്ഥലവും ഈ വീടും ഇവർക്കുള്ളതാണ്. ചേച്ചിക്ക് മക്കളില്ല, ഭർത്താവില്ല, ചേച്ചിക്ക് വേറെ ആർക്കും കൊടുക്കാനില്ല. എനിക്ക് സത്യം പറഞ്ഞ സങ്കടവും അത്ഭുതവും ഒക്കെ തോന്നുവാണ്. എന്തിന് വേണ്ടിയിട്ട്? എന്തുണ്ടായി മഹാത്മനെ തന്നെ തോന്നാൻ കാരണം? എനിക്ക് രാജേഷും കൃഷിയുടെ ആയിട്ട് അത്രയും വർഷത്തെ ബന്ധമുണ്ട്. രാജേഷുമായിട്ട് എനിക്ക് തോന്നുന്നൊരു എങ്ങനെ വന്നാലും 10-15 വർഷത്തിൻ്റെ മേളിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് എനിക്ക് അല്ലാതെ നല്ല ബന്ധങ്ങളുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം വിശ്വാസമാണ് കേട്ടോ. ഇപ്പം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഗുരുവായൂർ സാന്ദീപനിയുണ്ട്, അവിടെ അമ്മമാർ മാത്രമാണ്. അപ്പോൾ അത് വേറൊരു അന്തരീക്ഷമാണ്. പിന്നെ അല്ലാതെ 1, 2, 3 എനിക്ക് സാന്ത്വനമുണ്ട്, അത് വേറൊരു അന്തരീക്ഷമാണ്. ഇവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമെന്ന് വെച്ചാൽ രാധാമാമായിട്ടും അത് നമ്മുടെ സന്ദീപനിയുടെ എല്ലാവരോടും എനിക്ക് നല്ല ബന്ധമാണ്. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു അതായത് ചേച്ചിയുടെ വീട് പോലെ ചേച്ചിയെ നോക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും അത്രയും സ്നേഹം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ചേച്ചിയുടെ ലോകമാണ് ഈ മുറിക്കകം, അല്ലേ? ശാന്തതയുണ്ട്. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഇതുണ്ടെങ്കിലും എല്ലാം ഇപ്പൊ രാജേഷൻ നോക്കിക്കത് TV ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. അതുപോലെ കട്ടില് മറ്റേ നമ്മുടെ ഹോസ്പിറ്റലിലെ കട്ടിലുള്ള പൊക്കമുള്ളത്. അപ്പൊ ചേച്ചിക്ക് അത്രയും പൊക്കമുള്ളതിൽ കയറി ഇരിക്കാനും ഇറങ്ങാനും പാടാ. ഇപ്പൊ പുതിയ കട്ടില് കണ്ടില്ലേ, പുതിയ കട്ടില് ബെഡ് എല്ലാം. ഇപ്പൊ രാജേഷ് ഇല്ല. ഇപ്പൊ രാജേഷ് ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും അവരുടെ ഒരു ചേച്ചിയെ പോലെ കരുതിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ. ഇതിപ്പം പെട്ടെന്ന് ഇപ്പൊ എവിടെയാ ഒരു കട്ടിൽ മേടിച്ചു കൊടുക്കുക? ഇപ്പൊ നമ്മൾ AC വെക്കാനായിട്ട് സീലിംഗ് കണ്ടില്ലേ, സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഇവര് നിന്ന് ചെയ്യുമല്ലേ. അപ്പൊ ഇത്രയും AC ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് AC ഒന്നും വേണ്ട, ഇത് തന്നെ ധാരാളം പറഞ്ഞു. അല്ല നമുക്ക് നോക്കാം. വേണ്ട 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 ഞാനപ്പോ തന്നെ പേടിയ നാളെ എന്താണ് ഇനി നമ്മുടെ ജീവിതം വരാൻ പോണെന്ന്. അപ്പൊ നമ്മ ഇതിലൊക്കെ സുഖത്തിൽ നിന്നാലേ നാളെ എന്താണ് അങ്ങനെയാണ് ഞാൻ വളർന്നേ മനസ്സിലെപ്പോഴും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും സൗകര്യങ്ങളും സന്തോഷവും സമാധാനം ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് എവിടെയും പോകേണ്ട കാര്യമില്ല. പോകണ്ട എന്നാലും ആ ഒരു ചിന്ത മനസ്സിൽ കയറിപ്പോയി. അത് ചെറുപ്പത്തിലോട്ടുണ്ട്. നാളെ ഹസ്ബൻഡ് ആണെങ്കിൽ AC എന്ന് ഞാൻ പറയാം, നാളെ നമുക്ക് എന്താ വരാൻ പോണേ. അത് ചിലപ്പോ എല്ലാവരും നമ്മള് പൊതുവെ പറയുന്ന ഒരു സാധനമാണ്. നാളെ എന്താവും നമുക്ക് ഇത് അങ്ങോട്ട് വെച്ചത്. നാളെ എല്ലാ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നാളെ എന്തായിരിക്കും എന്നാലും നമ്മത് മനസ്സിൽ വിചാരിക്കണം. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ എനിക്ക് AC വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ മേഡം, നമുക്ക് എപ്പോഴാണോ സന്തോഷം കിട്ടുക ആ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത്. നാളെ ദുഃഖമായിരിക്കും എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ ദുഃഖം അനുഭവിക്കണ്ട. നാളത്തെ സന്തോഷം നാളെയല്ലേ, ഇന്ന് കിട്ടുന്ന സന്തോഷം നമ്മൾ അനുഭവിക്കുക. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ. ഇപ്പൊ ചേച്ചിക്ക് ഇത്രയും വിഷമങ്ങൾ അനുഭവിച്ചതിന് ശേഷം ദൈവമായിട്ട് കാണിച്ചു തന്ന ചേച്ചി അത്രയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ചേച്ചിക്ക് ദൈവമായിട്ടാണ് ഈ സ്ഥാപനത്തിൽ ചേച്ചി തെരഞ്ഞ് കൊണ്ട് തന്നിരിക്കണേ. കാരണം ചേച്ചി വിളിക്കുമ്പോഴെല്ലാം ചേച്ചി ഞാൻ തിരക്കാ ഞാൻ ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പം ഒരു 150 കാര്യം വരും, അതിൻ്റെ പുറകെ പോകും. എനിക്ക് പിന്നെ ചേച്ചിയെ വിളിക്കാൻ പറ്റില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചേച്ചി എന്നെ വിളിക്കും, സീമ എന്ന്. അപ്പോഴും ഞാൻ പറയും ഞാൻ ചേച്ചിയെ തിരിച്ചു വിളിക്കാം കേട്ടോ എന്ന് പറയും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഒരു വിളിയും നടന്നില്ല. പിന്നെ ചേച്ചി വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഇതെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി പുറപ്പെട്ടത്.
അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ കാരണം ദൈവത്തിൻ്റെ ഒരു തീരുമാനമുണ്ട്, ഒരു നിശ്ചയമുണ്ട്. ചേച്ചി ഇവിടെ വരണം, ഇവിടെ വന്നാകണം. കാരണം അത്രയും പ്രാർത്ഥനയോടുകൂടിയും ഭക്തിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സംരക്ഷണയോട് കൂടിയിട്ടുമാണ് ഇവിടുന്ന് ഈ പറഞ്ഞതുപോലെ ചേച്ചിയെ നോക്കുന്നത്, ഇവിടെ ഓരോരുത്തരെയും നോക്കുന്നത്. അപ്പം ദൈവമായിട്ട് നമുക്ക് തെളിയിച്ചു തന്നൊരു വഴിയാണ്. ആ വഴിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ മകനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മകൻ കുറേ നേരമായിട്ട് വിളിക്കുന്നു. രാവിലെ മുതൽ തിരക്കായിരുന്നത് കൊണ്ട് ഫോൺ എടുത്തിട്ടില്ല. അപ്പം ശോഭയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വിളിക്കണേന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുകയായിരുന്നു. ഞാനാ വാ തുറന്നിട്ടില്ലല്ലോ. അയ്യോ വീടെന്ന് പറയല്ലേ. അയ്യോ അല്ല, ഒരു കാര്യമുണ്ട്. ഇനി ചേച്ചി അങ്ങോട്ട് ചെന്നാൽ എന്താണ് മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നില്ലേ? ഞാൻ കണ്ടപ്പോ ഈ അവിടെ ചെല്ലുമ്പോ ആൾക്കാരെല്ലാം കൂടെ എന്റെ മേത്ത് കിടന്ന് കരയും. അയ്യോ മകളെ പിന്നെയും കരേണ്ടി വരും. അതെ അതെ അതെ. കാരണം ഇവിടുന്ന് പോയാൽ അതോടുകൂടി മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. നമ്മുടെ കാലം വരെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് ഈശ്വരൻ. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ചേച്ചിയുടെ ഭരതനാട്യമൊക്കെ ചെയ്യാൻ രാജേഷ് ആ സ്റ്റേജല്ലേ 1-2 ചാനൽ ഇവിടെ നടത്തും. അതല്ല, ഇപ്പൊ നമ്മളിവിടെ എന്താണെങ്കിലും വാർഷികമൊക്കെ നടത്തും. അപ്പോൾ ഭരതനാട്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ചേച്ചിയുടെ ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരാളെ നിർത്തി ചിലപ്പോൾ പഠിപ്പിച്ചെന്നൊക്കെ വരും. ചിലപ്പോൾ ഒരു ചെറിയ ഒരു കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്കിപ്പം ഒരു സിനിമയുടെ പഴയ സിനിമ പാട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ എന്താണെങ്കിലും അതൊക്കെ കാണും ലോകം. എൻ്റെ കൂടെ പഠിച്ചൊരു മേരി പിപി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. അത് എന്നെ ഇത് അറിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞേ, എടി നീ വെറുതെ ഇരിക്കുമ്പോ പണ്ട് കളിച്ച മുല്ലപ്പൂ അത് മതിയല്ലോ. അത് ഓർത്തത് പണ്ടത്തെ അങ്ങോട്ട് പോകും. പണ്ട് കളിച്ചത് ഓർമ്മ വരും. അങ്ങനെ സമാധാനം കിട്ടും. അല്ല അതേതായാലും നല്ലതാണ്. കൊത്തിക്കവളിയല്ലോ അല്ല, നല്ല രസമായിരിക്കും. നമുക്ക് അതുപോലത്തെ ഒരു ഇതൊക്കെ ഇട്ടിട്ടല്ലേ, അതൊക്കെ നമ്മൾ കാണും. നിങ്ങളതൊക്കെ വീഡിയോ ഷൂട്ട് നടത്തുകയും ചെയ്യും. ചേച്ചി തിരിച്ച് അതെ കലാപരമായ ചേച്ചിയുടെ എല്ലാ ഇതിലേക്കും ചേച്ചി തിരിച്ചു വരട്ടെ. അപ്പോഴാണ് നമുക്കൊരു 10 ദിവസം കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ശാന്തകുമാരി ചേച്ചിയാണ് നമ്പർ കൊടുക്കുന്നത് ചേച്ചിയോട്. വിളിക്കാറുണ്ട് ശാന്തകുമാരി. ഞാൻ വിളിച്ചായിരുന്നു, ഒരു ദിവസം കാണാൻ വരുന്നുണ്ട്, ഞങ്ങൾ പോകുന്നുണ്ട്, വരുന്നോന്ന് ചോദിച്ചായിരുന്നു. ചേച്ചിക്ക് സുഖമില്ല, ഇത്രയും ചെയ്യേണ്ടതുകൊണ്ട് പിന്നെ വരുന്നില്ല. ഞാൻ എല്ലാ ദിവസവും വിളിക്കുക. അപ്പൊ തന്നെ കരച്ചില്ല, മോളെ നിനക്ക് സുഖാണോ. അപ്പൊ അതല്ല, ഇനി ഒരു ദിവസം വരുമ്പം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ചിലപ്പം വന്ന് തിരിച്ച് ഇമ്മീഡിയറ്റ് പോകുമ്പോഴാണ് ഈ വിഷമം വരുന്നത്. അപ്പൊ ഇനി വരുന്ന ദിവസം സന്തോഷമായിട്ട് ഒരു ദിവസം നിൽക്കാൻ പാകത്തിന് വരിക. ഇപ്പം ഞാൻ വരുന്നുണ്ടല്ലോ, അപ്പം ഞാൻ വരുമ്പോഴാണെങ്കിൽ എൻ്റെ കൂടെ ആണെങ്കിലും വരാമല്ലോ. അപ്പോൾ ഇവർ പഴയ കാലിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ കാവൽമാടത്തിൽ ഞാൻ അവിടെ ഉണ്ടാകും അല്ലേ. പിറ്റേ ദിവസം പോകുമ്പോൾ ഒരുമിച്ച് പോയാൽ മതിയല്ലോ. എൻ്റെ ഒരു ഇതെന്നാന്ന് വെച്ചാൽ, നമ്മൾ ആരെങ്കിലും സഹായിച്ചവരെ വിട്ടുകളയുകയല്ല. സഹായിച്ചല്ലോ, ഇനി എൻ്റെ ജോലി കഴിഞ്ഞു, ഉത്തരവാദിത്തം കഴിഞ്ഞു, ഓക്കെ ബൈ, അതല്ല. അതായത് നമ്മുടെ യാത്രകളിലെല്ലാം ഇവരെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ഏത് ഫാമിലിയുമായിട്ടും നമ്മൾ ബന്ധപ്പെട്ടോ ആ ഫാമിലി എല്ലാം നമ്മളുടെ കൂടെയുണ്ട്. ഇനി ആരെങ്കിലും നമ്മളിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും വിട്ടുപോയിരിക്കണേന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ബാക്കി 100-ൽ 99% ആൾക്കാരും നമ്മുടെ ഒപ്പമുണ്ട്. അത് നമുക്ക് വേണ്ടി എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ പാലക്കാട് ഒരു കാല് വയ്യാത്ത കൊച്ചുണ്ട്, ചെരുപ്പിടാൻ പറ്റില്ല, അവൻ നടക്കാൻ വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ദുബായിൽ നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടി. ഞാൻ വീട്ടിൽ വന്ന്, അപ്പം വയ്യായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പം ഞാൻ കിടന്നിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഹോളിലിരിക്കുന്നു. ഞാൻ ചോദിച്ചു, സലാമേ എന്താ? അല്ല ചേച്ചി അവാർഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നതല്ലേ, കുറേ നാളായില്ലേ ചേച്ചി, ദിവസമില്ലേ കണ്ടിട്ട്, കാണാൻ വന്നതാണ്. പാലക്കാട് നിന്ന് വണ്ടിയും കയറി, ഈ ശരിക്കും മര്യാദയ്ക്ക് അവൻ ഇതാകാൻ പോലും പറ്റാത്ത കൊച്ചാ, അവൻ തത്തി നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മളോടുള്ള ആ സ്നേഹം. അപ്പം തന്നെ നമുക്ക് വേറൊരു കുട്ടിയുണ്ട്, ദേവിക. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം അവളും ഫാമിലിയും വന്നേക്കുന്നു. എന്താ, അവൾക്ക് നല്ലപോലെ കേക്ക് ഉണ്ടാക്കും.
അവൾ കേക്കും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതുപോലെ എല്ലാവരെ പോലെ തന്നെയാണ് അവരും എൻ്റെ ലൈഫിലേക്ക് വന്നത്. ആ കേക്ക് മുറിച്ച് ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പിരിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ ആര് വന്നു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സോടും ശരീരത്തോടും നമ്മൾ അവരെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇനി എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും, ബിൻചേച്ചി ഉണ്ടാവും. എനിക്ക് ഒന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. സീമ ചേച്ചിയുടെ കൂടെ ഇനി ബീന ചേച്ചി ഉണ്ടാകും. അങ്ങനെ പറയും ചേച്ചി. സീമ എന്റെ കൂടെ ഉള്ള പോലെ സീമയുടെ കൂടെ ഞാനും ഉണ്ടാവും. സീമയാണല്ല ഇപ്പൊ എന്റെ ഭൂമിയിലെ കാണപ്പെട്ട ദൈവം എന്ന് പറയാ. സീമയില്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ലല്ലോ. അതെ. അപ്പൊ വേറെ 2 ദൈവങ്ങളെ കൂടെ ഇതെന്റെ മക്കള്. ഞാൻ പറഞ്ഞു എന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോ അയ്യോ ഞങ്ങള് മക്കളായിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞേ. 2 മക്കളാ. അതെ.